നമസ്കാരം. ഇന്ന് നമ്മൾ മുഖം കറുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഈയിടെയായിട്ട് മുഖം കറുക്കുന്നത് മാത്രമല്ല, മുഖത്ത് നിറയെ പാടുകൾ വരുന്നു, കുരുക്കൾ വരുന്നു, അത് മാഞ്ഞു പോകുന്നില്ല. നല്ല ഡീപ്പായിട്ട് ഈ എന്താ പറയുക, കറുത്ത പാടുകൾ വരുന്നുണ്ട് എന്നുള്ള ഒരു വിഷയം ഞാൻ ഈയിടെ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട് പേഷ്യൻസ് വരുമ്പം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ പാടുകൾ മാറ്റാൻ എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഈ മുഖക്കുരു വന്നുള്ള പാടുകളല്ല ഇപ്പം. മുഖക്കുരു വരുന്നവർക്ക് പലർക്കും പാടുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ ഞാൻ പറയില്ല, ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിൻ്റെ ഭാഗമായിട്ട് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്, അതുപോലെ തന്നെ IgE ആൻറ്റിബോഡി കൂടുന്നു, ആൻറ്റി-TG ആൻറ്റിബോഡി കൂടുന്നു, ആൻറ്റി-TPO ആൻറ്റിബോഡി കൂടുന്നു. പിന്നെ തൈറോയിഡ് ഫങ്ഷനിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നു, ശരീരം മെലിയുന്നു, മുഖം കറുക്കുന്നു, മുടി കൊഴിയുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒരു പരമ്പര തന്നെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. അത് കൂടുതലും എൻ്റെ വാട്സപ്പ് മെസ്സേജുകളാണ് കൂടുതലും. ഞാനത് പറയാറില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം എന്ന് ഇവിടെ പറയുന്നുണ്ടല്ലോ, മെസ്സേജ് ഇടുകയും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രസൻറ്റ് ഫോട്ടോ, ഇപ്പോഴത്തെ ഫോട്ടോ, അതുപോലെ പഴയ ഫോട്ടോ അതും കൂടെ അയച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. കാരണം ആ വ്യത്യാസം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഈ കാര്യം ഞാൻ കുറേ നാളായിട്ട് വളരെ സക്സസ്ഫുള്ളായിട്ട് വളരെ വിജയകരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസും ഒരു കണ്ടീഷനും ആയതുകൊണ്ട് നിറയെ ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. പേഷ്യൻസിന് അതിൻ്റെതായ ഫലവും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വളരെയധികം, നിങ്ങൾക്കറിയാം, കറുത്ത മുഖം വെളുപ്പിക്കുന്ന ഡോക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം വീഡിയോസ് ചെയ്തില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഇന്ന് വേറെ 1-2 ചേരുവകൾ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ പാടുകൾ വരുമ്പം നമ്മൾ യൂഷ്വലി ചേർക്കുന്നത് അതിൻ്റെ 1-2 ഇൻഗ്രീഡിയൻസ് പ്രധാനമായിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് നിങ്ങളെ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷിയ ബട്ടർ അത് ഒരു സ്ക്രബ് ഫോമിലുണ്ട്. ഇത് നീൽഗിരീസിൻ്റെ ഷിയ ബട്ടറാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. ഞാൻ നേരത്തെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഇത് ഉപയോഗിച്ചവർക്കൊക്കെ അതിൻ്റെ നല്ല റിസൾട്ടുണ്ട്. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. നീൽഗിരീസിൻ്റെ ഷിയ ബട്ടർ സ്ക്രബാണിത്. ഇതിനകത്ത് കോഫി സ്ക്രബാണ്, കോഫി കൂടെ ചേർത്തിട്ടുള്ള ഒരു ആയുർവേദിക് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട്, അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ലേശം എടുത്തിട്ട് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് കഴുകും. നന്നായിട്ട് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് കഴുകിക്കളയുക എല്ലാ ദിവസവും രാവിലെ. അത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു പാക്ക് ഇടാൻ. ഈ പാക്ക് ഇടേണ്ട രീതി എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അത് 2 തരത്തിലാണ് എല്ലാവരുടെയും മുഖത്തിനുള്ള ഒരു ടെക്സ്ചറും. അതുപോലെ തന്നെ ചിലർക്ക് ഓയിലി സ്കിന്നായിരിക്കും, ഓയിലി ഫേസ് ആയിരിക്കും. നല്ലോണം എപ്പോഴും ഇങ്ങനെ ഓയിലിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ആയിരിക്കും. നല്ലോണം മുഖം ഒരിക്കലും ഒരു ഡ്രൈനെസ് കാണത്തില്ല. ചിലർക്ക് നേരെ തിരിച്ചും വരണ്ടുണങ്ങിയിരിക്കും. അപ്പോൾ ഈ 2 തരത്തിനും 2 വിഭാഗത്തിനും 2 തരത്തിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. അപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രക്തചന്ദനമല്ല, സാധാരണയുള്ള ചന്ദനപ്പൊടിയാണിത്. രക്തചന്ദനവും നല്ലതാണ്. ഇപ്പോൾ ചന്ദനപ്പൊടി സാധാരണ ഉള്ളതാണ് എൻ്റെ കയ്യിലുണ്ടായത്, അതുകൊണ്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതെടുക്കാം. അതിനോടൊപ്പം തേനെടുക്കാം. ഈ ഉണങ്ങി വരണ്ടിരിക്കുന്നവർക്ക് തേനാണ് നല്ലത്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാലോ അങ്ങനെ എന്തെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ പശുവും പാല് ചേർക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കസ്തൂരി മഞ്ഞൾപ്പൊടി. ഈ കസ്തൂരി മഞ്ഞൾപ്പൊടി പലരും പറയും ഇത് കസ്തൂരി മഞ്ഞൾപ്പൊടിയാണോന്ന്. കസ്തൂരി മഞ്ഞൾപ്പൊടിയാണെന്ന് പറഞ്ഞിട്ട് വളരെ ക്രെഡിബിലിറ്റിയോടുകൂടി തന്ന ഒരു കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും നമുക്കിത് 3ഉം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഡ്രൈ സ്കിൻ, ഈ ഓയിലി സ്കിൻ ആണെങ്കിൽ ഇത് ഡ്രൈ സ്കിന്നിനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് കസ്തൂരി മഞ്ഞൾപ്പൊടിയും തേനും, അതായത് ചന്ദനപ്പൊടിയും അത്രയും അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു പാക്ക് ഉണ്ടാക്കാം. കൂടാതെ ഇപ്പം ഓയിലി സ്കിന്നാണെങ്കിൽ അതിന് പകരം ചെയ്യേണ്ടത് റോസ് വാട്ടറാണ് ചേർക്കേണ്ടത്. റോസ് വാട്ടർ, ഇതാണ് റോസ് വാട്ടർ. റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ റോസ് കളറിൽ ഇരിക്കരുത് കേട്ടോ. അത് മുഴുവനും കളറായിരിക്കും, ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. ട്രാൻസ്പെറൻറ്റ് വെള്ളം പോലെയാണ് ഇരിക്കുന്നത് ഒറിജിനൽ റോസ് വാട്ടർ. നല്ല കമ്പനിയുടെ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് തേനിലേക്ക് ചന്ദനപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ലേശം,
ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടുക. അതിന് മുമ്പ് ഈ സ്ക്രബ് ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഓയിലി സ്കിൻകാർക്ക് റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ പലതരം ഫേസ് പാക്കുകൾ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിലൊക്കെ വലിയ ഒരു റിസൾട്ട് കിട്ടാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അതിൽ റിസൾട്ട് കിട്ടിയവർക്ക് തന്നെ ഇത് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഇപ്പം നേരത്തെ നമ്മൾ ചെയ്ത പാക്കുകൾ ഓർമ്മയുണ്ടല്ലോ. ഒന്ന് ഏത്തപ്പഴം, ഏത്തപ്പഴത്തിൻ്റെ കൂടെ നമ്മൾ ഫ്ലാക്സ് ജെൽ ചേർത്തു, അതിനോടൊപ്പം കോഫി പൗഡർ ചേർത്തു, ഹണി ചേർത്തു, അതിനോടൊപ്പം കുറച്ച് അരി പൊടിച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു പാക്കിൽ. അതിന് പകരം ഇപ്പോൾ ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ വേറെ പല ഫ്രൂട്ട്സും നമുക്ക് ഉപയോഗിക്കാം. അതിന് പകരമായിട്ട് നമുക്ക് പപ്പായ ചേർക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് എടുക്കാം, അതല്ല എങ്കിൽ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ടായിരുന്നു ഒരെണ്ണത്തിൽ. മറ്റൊന്നതിൽ നമ്മൾ പൊട്ടറ്റോ എടുത്ത് പൊട്ടറ്റോയോടൊപ്പം കോൺഫ്ലവർ അത് രണ്ടും കൂടെ ഒന്ന് വേവിച്ച് രണ്ടും കൂടെ മാഷ് ചെയ്തെടുത്ത്, ഓർമ്മയുണ്ടല്ലോ. എന്നിട്ട് അതിനോടൊപ്പം നമ്മൾ ഹണി ചേർത്തു. അങ്ങനെ അത് വേറൊന്ന്. പിന്നെ ഏറ്റവും നല്ല മറ്റൊരു ഫേസ് പാക്കാണ് വെണ്ടയ്ക്കേണ്ടത്. വെണ്ടയ്ക്ക ഒരു ലേശം വെള്ളത്തിലൊന്ന് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല ജെല്ല് പോലെ ഇറങ്ങി വരും. ഈ ജെല്ലും അതിനോടൊപ്പം ഈ ഹണി, അതായത് തേനും അതുപോലെ കുറച്ച് അരിപ്പൊടി, തേന്, അരിപ്പൊടി, കോഫി പൗഡർ, ഇത്രയും മാത്രം ചേർത്തുകൊണ്ട് അത് ഒരു പേഷ്യൻ്റ് വിളിച്ച് എന്നോട് പറഞ്ഞ്, എൻ്റെ മാഡം ഒറ്റ പ്രാവശ്യം പുരട്ടിയതേ ഉള്ളൂ, നല്ല വ്യത്യാസമുണ്ടെന്ന്. അപ്പം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും, എല്ലാവരുടെയും സ്കിൻ ഒരുപോലെയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈച്ച് വൺ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അനദർ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, പലരും പറയും ഇത് ശരിയായില്ല മാഡം, ഞങ്ങൾ കുറേ ദിവസം അങ്ങനെ ചെയ്യരുത്. അതിനാണ് ഞാനിത് വീണ്ടും വീണ്ടും പല രീതിയിൽ ഞാൻ വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ റെസിപ്പികൾ ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന് ശരിയായില്ലെങ്കിൽ അടുത്തതെടുത്ത് ട്രൈ ചെയ്യണം. ഇഷ്ടംപോലെ വീഡിയോസ് കിടക്കില്ലേ, അപ്പോൾ നോക്കിയെടുത്ത് ഡോക്ടർ ലളിത അപ്പുക്കുട്ടൻ ഫേസ് പാക്ക് ഇട്ടാൽ മതി. ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹെയറിൻ്റെത് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഓരോ എപ്പിസോഡിലും തലയിലേക്കും അതുപോലെ തന്നെ മുഖത്തേക്കും ഉള്ള 2 തരം റെസിപ്പികളാണ് ഞാൻ ഇടുന്നത്. ഫേസിനുള്ള ഫേസ് പാക്ക്, ഹെയറിനുള്ള ഹെയർ പാക്ക്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയങ്ങൾ ആനുകാലിക പ്രസക്തിയുള്ള പല പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എൻ്റെ വീഡിയോ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ അത് ആഹാരം തന്നെ ഔഷധമാകുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ പുറത്ത് പുരട്ടുന്നതും അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ പലരും ചോദിക്കുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ എങ്ങനെ ആഡ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, പ്ലീസ് ആഡ് മീ, ഇത്ര മാത്രം മതി, പ്ലീസ് ആഡ് മീ. ഇതിൻ്റെ ഒന്നും ആയിട്ടില്ല, നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു ഫോർമാലിറ്റീസൊക്കെ തുടങ്ങിയുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക, ഞാൻ അതെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് ഇട്ട എല്ലാവരും ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെയാണ് മറ്റുള്ള ആഹാരം തന്നെ ഔഷധമെന്ന് പറയുന്നെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ബ്യൂട്ടിയുടെ വീഡിയോസാണ് ഇപ്പോൾ ഇടുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള നിറയെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് വീഡിയോസിലുണ്ട്. അങ്ങനത്തെ നിങ്ങൾ ഓരോ ദിവസവും ട്രൈ ഔട്ട് ചെയ്യുക, അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുക, എന്നോട് വിളിച്ച് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. എല്ലാത്തിനും ആൻസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, വളരെ അപൂർവം. ഇപ്പം അങ്ങനെ കേൾക്കുന്നില്ല, ഇടയ്ക്ക് പറയാറുണ്ട് മാഡം ഒന്നും ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഇട്ടിട്ട് ഞങ്ങൾ മനഃപൂർവ്വമല്ല, ചിലപ്പോൾ വിട്ടുപോകുന്നതാണ്.
കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ കോപ്പറേഷൻ എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നമ്മളോട് സഹകരിക്കുക. നമ്മൾ നന്നായിട്ട് മുന്നോട്ട് പോകണം. എന്ന് വെച്ചാൽ എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും മാറ്റാനുള്ള ഒത്തിരി മാർഗ്ഗങ്ങൾ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ അത് ഓരോ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ എപ്പിസോഡിൽ.